ദിവസം മുഴുവൻ നീണ്ട നാടകീയതയ്ക്കൊടുവിലാണ് കെ.എം. മാണി രാജി പ്രഖ്യാപിച്ചത്. സർക്കാരിനെ വീഴ്ത്തുമെന്ന മാണിയുടെ ഭീഷണി തന്ത്രം ഘടകകക്ഷികൾ ഉറച്ച നിലപാടിന് മുന്നിൽ പാളി. രാവിലെ 8 മണി മുതൽ രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയ ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കേന്ദ്രീകരിച്ചു തുടങ്ങി. ലീഗ് നേതാക്കൾ 9 മണിക്ക് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി കണ്ടു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബാക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാരും അനൗദ്യോഗികമായിട്ട് ചർച്ച നടത്തുകയാണ്. ഇതിനിടയിൽ കെ.എം. മാണി രാജിവെക്കേണ്ടതില്ലെന്നും കോടതി ഉത്തരവ് മാണിക്ക് അനുകൂലമാണെന്നും ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ നിരീക്ഷണമുണ്ടായി. എന്തിന്റെ പേരിലാണ് ഹൈക്കോടതി വിധി അനുസരിച്ച് മാണി സാർ രാജിവെക്കണം എന്ന് പറയുന്നത്? മാണി സാറിന്റെ വിധി ഹൈക്കോടതി വിധി മാണി സാറിന് അനുകൂലമാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മാണിയുടെ നിലപാടിനെ വിമർശിച്ചു. കാത്തിരുന്നു കാണാൻ KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എല്ലാം കാത്തിരുന്ന് കാണുക. കെ.എം. മാണിയുടെ രാജിക്കാര്യത്തിൽ UDF-ൽ ഏകാഭിപ്രായം. മാണി രാജിവെക്കണമെന്ന UDF തീരുമാനം കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. 11 മണിയോടെ മാണിയുടെ ഔദ്യോഗിക വസതിയിൽ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങി. PJ ജോസഫും TU കുരുവിളയും മോൻസ് ജോസഫും പ്രത്യേക യോഗം ചേർന്നു. PJ ജോസഫും 2 MLA-മാരും മാണിയുടെ വസതിയിലേക്ക് വന്നു. കെ.എം. മാണിയും PJ ജോസഫും രാജിവെക്കണമെന്ന അഭിപ്രായം യോഗത്തിലുണ്ടായി. കൂട്ടരാജി എന്ന ആവശ്യം PJ ജോസഫ് തള്ളി. രാജിവെക്കാൻ തയ്യാറാണെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട യോഗത്തിന് ശേഷം പുറത്തുവന്ന CF തോമസ് കെ.എം. മാണിയും PJ ജോസഫും തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചു. യുക്തമായ തീരുമാനമെടുക്കുവാൻ പാർട്ടി ചെയർമാൻ കെ.എം. മാണി സാറിനെയും പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെയും യോഗം ചുമതലപ്പെടുത്തി. PJ ജോസഫിന്റെ വസതിയിൽ വീണ്ടും ഗ്രൂപ്പ് യോഗം. രാജി ആവശ്യം ജോസഫ് തള്ളി. മാണിയുടെ തീരുമാനത്തിനായി UDF നേതാക്കൾ ക്ലിഫ് ഹൗസിൽ കാത്തിരുന്നു. മന്ത്രി KC ജോസഫ് മുഖ്യമന്ത്രിയുടെ സന്ദേശവുമായി PJ ജോസഫിനെ കണ്ടു. MLA-മാരെ ഒപ്പം നിർത്തണം, UDF-ന്റെ പിന്തുണയുണ്ടാകും, സന്ദേശം കൈമാറി. കേരള കോൺഗ്രസിലെ കടുത്ത ഭിന്നത മറനീക്കി പുറത്തു വന്നു. PJ ജോസഫ് രാജിവെക്കില്ലെന്ന തീരുമാനം ആന്റണി രാജു കെ.എം. മാണിയെ നേരിൽ കണ്ടറിയിച്ചു. UDF-നൊപ്പം നിൽക്കുമെന്ന് PJ ജോസഫ് മുഖ്യമന്ത്രിയെ വിളിച്ചറിയിച്ചു. കെ.എം. മാണിയും താനും രാജിവെക്കുമെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ 7:15 റിപ്പോർട്ടർ TVയിലൂടെ അറിയിച്ചു. പിന്നീടെല്ലാം വേഗത്തിൽ മന്ത്രി മാണി മാധ്യമപ്രവർത്തകരെ കണ്ട് രാജി പ്രഖ്യാപിച്ചു. രാജിക്കത്തുമായി ജോസഫും പുതുശ്ശേരിയും റോഷി അഗസ്റ്റിനും ക്ലിഫ് ഹൗസിലെത്തി. തന്റെ രാജി ആവശ്യത്തിന് പ്രസക്തിയില്ലെന്നും ധനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി PJ ജോസഫ് അറിയിച്ചു. കെ.എം. മാണിയുടെ രാജി സ്വീകരിച്ചതായി 8:50 മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.